ദുആ കേൾക്കാൻ കാതോട് കേൾക്കാന്നല്ല, ചെവി കൊണ്ടുള്ള കേവല കേൾവിയല്ല ദുആ കേൾക്കല്. അതുകൊണ്ട് സമീഉദ് ദുആഇനും ലാ യസ്മഉ ദുആക്കും എന്നതിനുമൊക്കെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താ? സമീഉദ് ദുആ എന്ന് പറഞ്ഞാൽ അത് സമഉൽ ഇദ്റാകി വൽ ഇസ്തിജാബ, സമഉൽ ഖബൂലി വൽ ഇസ്തിജാബ എന്നാണ്. ഉത്തരം നൽകാൻ പര്യാപ്തമായ കേൾവി, അതാണ് സമീഉദ് ദുആയുടെ അർത്ഥം. അല്ല വെറുതെയുള്ള കേൾവിയല്ല, അത് റബ്ബിനെയുള്ളൂ. ആ റബ്ബെ ദുആ കേൾക്കൂ, ആ റബ്ബെ ഉത്തരം ചെയ്യൂ. സംശയം തീർന്നിട്ടില്ലേ? എ പി അബ്ദുൽ ഖാദിർ മൗലവി എഴുതുന്നു. എ പി അബ്ദുൽ ഖാദിർ മൗലവി ഈ പുസ്തകത്തിന്റെ 90ാമത്തെ പേജിൽ കാണാം എന്താ എഴുതിയത്? നിങ്ങളവരെ വിളിച്ചു തേടുന്ന പക്ഷം, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂറത്ത് ഫാത്തിറിലെ ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം നൽകലും അള്ളാഹുവിന്റെ മാത്രം കഴിവാണെന്നും മരിച്ചവർക്കോ ഇതര സൃഷ്ടികൾക്കോ അതിന് കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. ആര്? എ പി അബ്ദുൽ ഖാദിർ മൗലവി. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്ത് കൊടുത്തിട്ട് പറയാ, ഈ ആയത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കലും ഉത്തരം ചെയ്യലും അള്ളാഹുവിന്റെ മാത്രം കഴിവാണെന്നും മരിച്ചവർക്കോ മറ്റു സൃഷ്ടികൾക്കോ കഴിയില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കാം. എഴുതിയത് എ പി, കൊടിയേച്ചത് പന്നൂര്, പ്രസിദ്ധീകരിച്ചത് KNM. ഏത് KNM ആ കായക്കൊടി താങ്കളുള്ളത്? ഈ KNM-ൽ ഞങ്ങളുണ്ട്, ഈ KNM-ൽ ഞങ്ങളുണ്ട്. ഇതിൽ നിങ്ങളുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഈ ലേഖനം, എ പി നൽകിയ ഈ അഭിമുഖം, KNM പുറത്തൊക്കെ ഈ പുസ്തകം, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ കായക്കൊടിക്കാകുമോ? അനസ് മൗലവിക്കാകുമോ? അബ്ദുറഹ്മാൻ സലഫിക്കാകുമോ? സാക്ഷാൽ മടവൂരി ചാലിന് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഇനിയിപ്പോ എ പി അന്നൊരു പോയത്ത് എഴുതിയെന്ന് പറയാൻ പറ്റുമോ? എന്നാ പിന്നെ പന്നൂരെങ്കിലും തിരണ്ടേ? അങ്ങനെയല്ലാന്ന് പ്രസിദ്ധീകരിച്ചോ തിരണ്ടേ? ഇനി മാത്രം എന്നിട്ടും സംശയം ഉണ്ടായപ്പോ നമ്മളെ കുട്ടി എ പിക്ക് വിളിച്ചുന്ന്. അല്ല മൗലവി, ചില ആൾക്കാരിപ്പോ ജിന്നും മലക്കൊക്കെ ദുആ കേൾക്കുന്നു പറയാൻ തുടങ്ങിക്കല്ലോ. അല്ല, ഇതന്നെ ജിന്നൂരിയാളെ കുഴപ്പം. മൂപ്പ ജിന്നൂരിയാ പറഞ്ഞത് നമുക്ക് വിചാരിച്ച്